ക്രൈസ്റ്റ് ബ്ലസ്സസ് ടി വിയുമായി ഇന്ന് പകല് കാണുവാനും സംസാരിക്കുവാനും ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ അനുഭവം ക്രൈസ്റ്റ് ടി വിയുമായി പങ്കുവെക്കുവാൻ ലഭിച്ച ഈ നല്ല സന്ദർഭങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് അലി മുഹമ്മദ്, ഇപ്പോൾ അലി ഫിലിപ്പ് എന്ന് പറയും. മലപ്പുറം ജില്ലയിലെ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ചെറുപ്രായത്തിൽ എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായിട്ട് കടന്നുപോയി. പിന്നീട് പിതാവ് പുനർവിവാഹം ചെയ്തു. രണ്ടാനമ്മയിൽ കുഞ്ഞ് ജനിക്കുന്നത് വരെ വലിയൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളതായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാനിടയായിട്ട്. രണ്ടാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ നേരെ ഇളയത് ഒരു പെണ്ണ്. എൻ്റെ ഉമ്മ മരിച്ച് അടക്കം കഴിഞ്ഞോടുകൂടെ തന്നെ പെണ്ണിനെ വളർത്തുവാൻ അവരങ്ങ് കൊണ്ടുപോവുകയാണ്. എനിക്ക് 4 അമ്മാവന്മാരുണ്ട്. അപ്പം വല്യമ്മ ഉണ്ടായിരുന്നു. പെങ്ങൾക്ക് പകരമായി അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ചുമതലകൾ അവർ ഏറ്റെടുത്തു. അങ്ങനെ അവരാണ് പിന്നീട് വളർത്തിയതും പഠിപ്പിച്ചതും അവളെ കല്യാണം കഴിച്ച് അയപ്പിച്ചതെല്ലാം തന്നെ ഉമ്മയുടെ കുടുംബമായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടതയിലൂടെയാണ് നാളുകൾ കടന്നുപോയത്. എന്നെ ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുക, പിതാവിന്റെ സ്വത്തെല്ലാം കൈവശമാക്കുക എന്നുള്ളതായിരുന്നു രണ്ടാനമ്മയുടെ ഏക ലക്ഷ്യം. അതിന് കിട്ടുന്ന സമയങ്ങളെല്ലാം തന്നെ അവർ തക്കത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായി, ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ എൻ്റെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളൊക്കെ മനസ്സിലാക്കിയ എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞു, അല്ല ഇതെല്ലാം തരണം ചെയ്യുവാനായിട്ട് നല്ലൊരു മരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് ആ മരുന്ന്? അപ്പൊ നിനക്ക് പിതാവിൽ നിന്ന് മർദ്ദനം ഏൽക്കും എന്ന്, അല്ലെങ്കിൽ അടി കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ദിവസങ്ങളിൽ അല്പം മദ്യം കഴിച്ചാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച ഞാൻ മദ്യം കഴിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് മദ്യം ഹറാമല്ലേ എന്ന് ചോദിച്ചപ്പോഴേ എൻ്റെ കൂട്ടുകാരിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, മദ്യം കഴിക്കുന്നത് അത്ര ഹറാമല്ല. പ്രവാചകൻ പോലും പല പ്രാവശ്യം മദ്യം കഴിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ വീട്ടിൽ തന്നെ മദ്യം ഉണ്ടായിരുന്നു. ഒരിക്കലും മദ്യം കഴിച്ച് പ്രവാചകൻ യുദ്ധത്തിന് പോയപ്പോൾ 4 പല്ല് പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ എന്നോട് ഇങ്ങനെ പറയുവാനായിട്ടിടയായത്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വസ്ഥതയാണല്ലോ, സമാധാനമാണല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ മദ്യപിക്കാൻ ആരംഭിച്ചു. അന്ന് എനിക്ക് ഏകദേശം 15 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ആ സമയത്താണ് മദ്യപിച്ച് രാത്രിയിൽ വന്ന് കിടന്നുറങ്ങും. അന്ന് പിതാവ് ബിസിനസ്സുമാനായിരുന്നു. പലചരക്ക് കട, ഹോട്ടല്, ചുക്ക്, കുരുമുളക്, റബ്ബർ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. വളരെ ക്ഷീണിതനായി ദുഃഖിതനായി വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങി എൻ്റെ രണ്ടാനമ്മ കരയാൻ തുടങ്ങും. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അടിച്ചു, തെറി പറഞ്ഞു.
പിന്നീട് രാവിലെ മുതല് ടെൻഷൻ എല്ലാം തന്നെ തീർക്കുന്ന എൻ്റെ മേലായിരിക്കും. അങ്ങനെ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായി. മദ്യത്തിന് പോലും എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത എന്നിൽ സംജാതമായി. രാത്രി നല്ലോണം അടിക്കും. പക്ഷെ രാത്രി മദ്യപിച്ച് കിടക്കുന്ന ഞാൻ ഒന്നും അറിയില്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ശരീരമെല്ലാം പൊട്ടി രക്തമെല്ലാം കട്ട പിടിച്ച് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരിടത്ത് പോയി. അന്ന് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്, ചമ്രവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത്. ഒരു ബസ് കണ്ടു, അതിനെ കയറി. അങ്ങനെ റോട്ടിൽ കയറിയിട്ട് പറഞ്ഞു, എനിക്ക് ഉമ്മയും ബാപ്പിയൊന്നുമില്ല, ഉമ്മയും ബാപ്പയെല്ലാം മരിച്ചു, ഞാൻ ഒരു അനാഥനാണ്, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ കണ്ടപ്പോഴേ ആ ഹോട്ടൽ ഉടമ എനിക്കൊരു ജോലി തന്നു. അധികം താമസിയാതെ തന്നെ ഞാൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. എൻ്റെ വാപ്പയുടെ ഉമ്മ ഉണ്ടായിരുന്നു, എന്നോട് നല്ല സ്നേഹമായിരുന്നു. അവരെ കരഞ്ഞു പിടിച്ചതിന്റെ ഫലമായിട്ട് എന്നെ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു. കുറച്ചു കാലം തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറി. വീണ്ടും അടിക്കാൻ തുടങ്ങി. അപ്പൊ പൈസക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം 4-5 കടയുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു കടയിൽ പോയിരിക്കും കുറച്ചു നേരം. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചില്ലറ എടുത്ത് പോക്കറ്റിലിടും. അന്നത്തെ ആവശ്യത്തിനൊക്കെ അത് മതിയായിരുന്നു. അങ്ങനെ കുറച്ച് പൈസ എല്ലാം സ്വരൂപിച്ച് നാട് വിട്ടു. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ലഭിക്കുന്ന ജോലിയിൽ കിട്ടുന്ന പൈസയെല്ലാം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ലൗകികമായ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ ബോംബെയിൽ വന്നെത്തി. ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. ഏകദേശം ഒരു 3-4 വർഷത്തോളം ആ കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ കമ്പനിയിൽ തന്നെ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് ജോലി എനിക്ക് ലഭിച്ചു. അത്യാവശ്യം നല്ല സാലറി. അപ്പൊ എന്നോട് കൂടെ ജോലി ചെയ്യുന്ന പല മലയാളികൾ ഉണ്ടായിരുന്നു. അവരൊക്കെയും ജോലി കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരായിരുന്നു. പക്ഷെ ആകെ എനിക്ക് അന്ന് കിട്ടിയിരുന്നത് എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു. 2 രൂപ ബസ് ചാർജ് വേണം താമസിക്കുന്നിടത്തേക്ക്. അങ്ങനെ വളരെ കഷ്ടപ്പാടിലൂടെയാണ് ഏകദേശം ഒരു 4 വർഷത്തോളം ഞാൻ ഇങ്ങനെ കടന്നുപോയത്. ജോലി കിട്ടിയപ്പോഴേ ഞാൻ സ്വതന്ത്രമായി. അതിന്റെ പുറമെ എനിക്ക് പോക്കറ്റ് മണി കിട്ടുമായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ ചിന്ത മാറിപ്പോയി. ആരുമില്ലല്ലോ ജീവിതത്തില്. വാപ്പ തള്ളിക്കളഞ്ഞു, ഉമ്മ മരിച്ചു, രണ്ടാനമ്മ ഏറ്റവും വലിയ ദേഷ്യക്കാരിയാണ്, വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ചിന്ത, ആ കോംപ്ലക്സ് തന്നെ ഇങ്ങനെ നിരന്തരമായി ഭരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. തുടർന്ന് മദ്യപാനത്തിലേക്ക് വീണു. കൃത്യസമയം ജോലിക്ക് ചൊല്ലാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയായി. ശമ്പളം കിട്ടിയ ഒരു ദിവസം നല്ലവണ്ണം മദ്യപിച്ചു കൂട്ടുകാരുമായിട്ട്. അന്ന് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകണമായിരുന്നു. പക്ഷെ എഴുന്നേറ്റത് 11 മണിക്കാണ്. എഴുന്നേറ്റ് നേരെ ഒരു 11:15 ആയപ്പോ കമ്പനിയിലെത്തി. മാനേജർ ഇങ്ങനെ നോക്കി തന്നെ. മാനേജർ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അദ്ദേഹം എങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, കഴിഞ്ഞ രാത്രിയില് നല്ലവണ്ണം മദ്യപിച്ചു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, അതെ സാറേ, കുറച്ച് കൂടുതലായിട്ട് മദ്യപിച്ചു, അറിഞ്ഞില്ല, സുബോധം ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനോട്
പറഞ്ഞ് കുറച്ചു കാലം വീട്ടിലിരിക്കാനായിട്ട് പറഞ്ഞ് സെൽഫ് തുറന്ന് ഒരു ലെറ്റർ എനിക്ക് എടുത്തു തന്നു. ഞാൻ ചോദിച്ചു, എന്താ സാറേ ഇതൊന്നും? തുറന്ന് വായിക്കുന്നു പറഞ്ഞു. തുറന്ന് വായിച്ചപ്പോൾ നിശ്ചിത സമയം വരെ നിന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കും, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ അതെന്തിനാണ്? നീ നന്നാണെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ, നീ നന്നാകാതെ ഇനി നിന്നെ തിരിച്ചെടുക്കുന്ന ഒരവസ്ഥയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ലെറ്ററും കൊണ്ട് പുറത്തു വന്നു. എന്ത് ചെയ്യുമെന്നറിയില്ല, കയ്യിലാണെ പൈസ ഇല്ല. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് തിരിച്ചെടുക്കുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പക്ഷെ തിരിച്ചെടുക്കുന്ന യാതൊരു ലക്ഷണവും വാസ്തവത്തില് കാണാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പലപ്പോഴായിട്ട് കമ്പനിയിൽ ചെന്നു. അദ്ദേഹം പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ, ഒരു മാറ്റം ഉണ്ടാകാതെ, മദ്യപാനം ഒഴിവാക്കാതെ ഞാൻ നിന്നെ കമ്പനിയിൽ തിരിച്ചെടുക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് പല പ്രാവശ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബോംബെയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ പല കമ്പനികളിലും ജോലി അന്വേഷിച്ചപ്പോൾ ഇങ്ങോട്ട് ഫോൺ ചെയ്യും. അപ്പൊ ഇവിടുന്ന് പറയും, ഇവൻ ജോലി ചെയ്യത്തില്ല, കിട്ടുന്ന സമയം എല്ലാം മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും പറയുമ്പോൾ ഞങ്ങൾ ആലോചിക്കാൻ പറയാന്ന് പറയും. അങ്ങനെ പല കമ്പനിയിലും പോയി ജോലിയില്ലാതെ അവസാനം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നാട്ടിലേക്ക് തിരിച്ചു വന്ന് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. കേസുകളില്ലാത്ത ദിവസങ്ങളിൽ അടിയും വഴക്കും വെട്ടും കുത്തും ഒക്കെ ആയിരുന്നു പിന്നീട് ജീവിതത്തിൽ കുറെ കാലമായിട്ട്. അങ്ങനെ ഉമ്മയുടെ വീട്ടുകാര് നിർബന്ധിച്ചിട്ട് എന്നോട് പറഞ്ഞു, അതിന്റെ ഇടയിൽ അവര് പല മുസ്ലിം പുണ്യ സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോവുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നേർച്ചകളും കാഴ്ചകളും ഒക്കെ അവർ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷെ ഈ ഒരു മാറ്റം ഉണ്ടായില്ല. അവസാനം എൻ്റെ ചില അമ്മാവന്മാര് ഗൾഫിലുണ്ട്. അപ്പൊ ഉമ്മയുടെ നിർബന്ധപ്രകാരം എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോവുക. ഗൾഫിൽ പോയെങ്കിലേ, അവിടുന്ന് ഹജ്ജ് ചെയ്തെങ്കിലേ ഇനി ഞാൻ നന്നാവുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത ഉമ്മയുടെ വല്യമ്മ വെച്ചു. അങ്ങനെ മക്കൾക്ക് നിവൃത്തിയില്ലാതെ അവർക്കത് അനുസരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോകാൻ ഞാനും തീരുമാനിച്ചു. എനിക്ക് നന്നാകണം എന്നുള്ള ഒരു താല്പര്യം എനിക്ക് വാസ്തവത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പോകാനൊക്കെ ഒരുങ്ങി. വിസ വന്നു. വിസ വന്നപ്പോ അതിനകത്ത് ഒരു ചെറിയ ഒരു തിരുത്തല്, പേരിനകത്ത്. വീണ്ടും വിസ തിരിച്ചു പോയി മടങ്ങി വരണമായിരുന്നു. അങ്ങനെ മാനസികമായി ആകെ തളർന്ന ഒരു അവസ്ഥയിലായി. എവിടെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയില് അങ്ങനെ മുമ്പോട്ട് പോയി. ഇങ്ങനെ ആലോചിക്കുകയാണ്, അങ്ങനെ ഇനി ജീവിക്കുന്നില്ല, ആത്മഹത്യ ചെയ്തേക്കാം എന്നൊരു തീരുമാനത്തിലെത്തി. എങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നറിയില്ല. കെട്ടിത്തൂങ്ങി മരിക്കണമോ, മദ്യത്തിൽ കഴിച്ച് മരിക്കണമോ, തീവണ്ടിക്ക് ചാടി മരിക്കണമോ എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിൽ അങ്ങെത്തി. ഏതെങ്കിലും രീതിയിൽ മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ആയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പരിചയമുള്ളതായ ഒരു ക്രൈസ്തവ സഹോദരൻ ഇലക്ട്രിസിറ്റി ബോർഡില് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, അലി, അന്നൊക്കെ ക്രിസ്ത്യാനികളോട് വാസ്തവത്തില് വലിയ ദേഷ്യമുള്ളതായ ഒരു കാലഘട്ടമായിരുന്നു. കാരണം ചെറുപ്രായത്തില് ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോ ഞങ്ങളോട് പറയാറുണ്ട്, മുൻ വേദക്കാര്
ചതിയന്മാരാണ്, വഞ്ചകരാണ്, അവരെ ബൈബിള് തിരുത്തിയതാണ്, അവര് കള്ളപ്രമാണവുമായിട്ടാണ് നടക്കുന്നത്. ഇന്ന് അവരെ കൊണ്ടു നടക്കുന്നതായി ബൈബിൾ എന്ന് പറയുന്നത് തിരുത്തപ്പെട്ടതാണ്. യേശുവിനെ നമ്മൾ ഒരു പ്രവാചകനായിട്ട് കാണുന്നു, അവർ യേശുവിനെ ഒരു ദൈവമാക്കിയാണ് നടക്കുന്നത്. യേശു മരിച്ചിട്ടില്ല, മരിക്കാതെയാണ് സ്വർഗത്തിൽ പോയതെന്നാണ് നമ്മൾ ഖുർആനിൽ പഠിക്കുന്നത്. അതുകൊണ്ട് യേശു മരിച്ചെന്നും യേശു മരിക്കാതെയാണ് സ്വർഗരാജ്യത്തിൽ പോയതെന്നുമുള്ള ചെറുപ്രായത്തിലുള്ളായ ഖുർആൻ പഠനം വാസ്തവത്തില് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോട് ഒരു വലിയൊരു ദേഷ്യം അന്നത്തെ കാലത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചിന്തയിൽ അദ്ദേഹം എനിക്ക് വന്നപ്പോ ഒരു പുതിയ നിയമവും മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. തമ്പിയുടെ ഹൃദയമല്ല, തമ്പിയുടെ ഹൃദയം വേറെ, അതുപോലെ തന്നെയാണ്, അതേ തന്നെയാണ് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു പുസ്തകം എനിക്ക് തന്നപ്പോൾ ഞാൻ അത് വലിച്ചെറിഞ്ഞു. ഞാൻ മുൻപ് പറഞ്ഞ ആ ദേഷ്യപ്രകാരം അതേ പേടിച്ച് തിരിച്ചുപോയി. അടുത്ത ദിവസം ഞാൻ എഴുന്നേറ്റ്, ഞാൻ സാധാരണ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിച്ചെറിഞ്ഞ് ആ പുസ്തകം ഇവിടെ കിടക്കുന്നതായിട്ട് കാണും. ആ പുസ്തകം എടുത്തു കൊണ്ടുവന്നു. ഏകദേശം ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു അന്ന്, മറ്റേ ഒരു പുതിയ നിയമം. ചെറിയ കൂടുതൽ പേജുകളൊന്നുമില്ല, ഏകദേശം ഒരു 10, 20, 25 പേജുകളുള്ളതായ ഒരു ചെറിയ പുസ്തകമായിരുന്നു അത്. ആ പുസ്തകം തുറന്നപ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയം, ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പല പല മൃഗങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അത് ഓരോ മൃഗത്തിനും ഓരോ സ്വഭാവം, കോപം, മദ്യപാനം, അങ്ങനെയൊക്കെയുള്ളതായ ആ ചിത്രം കൊണ്ട് ഇങ്ങനെ ആ ഹൃദയം അങ്ങ് നിറഞ്ഞ് ഇരിക്കുക. അതിനകത്ത് വേറൊന്നും സ്ഥലമില്ല. ദൈവത്തിന്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് പുറത്തു നിൽക്കുക, അകത്തു കയറാനായിട്ട് കഴിയാതെ. മനുഷ്യന്റെ അകത്തേക്ക് കയറാനായിട്ട് നോക്കി നിൽക്കുക. പക്ഷെ ഒരു രീതിയിലും മനുഷ്യന്റെ പാപം മുഖാന്തരം ദൈവത്തിനും ദൈവവചനത്തിനും ആ ഹൃദയത്തിനകത്തേക്ക് കയറാനായിട്ട് കഴിയാത്തൊരവസ്ഥ. അത് വായിച്ചു കഴിഞ്ഞപ്പോഴേ അവസാനം ചോദിക്കുക, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും വാസ്തവത്തിൽ പോവുക? ഇതിനേക്കാൾ കൂടുതൽ തെറ്റുകളും പാപങ്ങളും ഒക്കെ നീ ചെയ്തിട്ടില്ലേ? അന്നത്തെ സമയത്ത് ഏകദേശം ഒരു 30-30 കേസുകൾ ആ സമയത്ത് എൻ്റെ പേരിലുണ്ടായി. ഇനി നീ മരിച്ചാൽ എവിടെ പോകും? നരകത്തിലല്ലേ പോകും? നീ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കല്ലേ? നരകത്തിലായിരിക്കും നിന്റെ വാസസ്ഥലം എന്നുള്ള ചിന്ത എന്നോട് ഇങ്ങനെ ആരൊക്കെയോ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവം ഞാൻ അങ്ങനെ പേടിച്ചു. വാസ്തവത്തിൽ തുടർന്ന് പുതിയ നിയമം ഉണ്ടായിരുന്നു. പുതിയ നിയമം വായിക്കാനായിട്ട് തുടങ്ങി. ആദ്യം 1-ാം അധ്യായം വായിച്ചപ്പോൾ എന്തൊക്കെയോ ഇന്ന ആള് ജനിപ്പിച്ചു, ഇന്ന ആള് ജനിപ്പിച്ചു, ഇതുപോലെ തന്നെ ആയിരിക്കും മുഴുവനും. 3/4 ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് യഥാർത്ഥമായ കഥയിലേക്ക് എത്തി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അതെന്റെ ജീവിതത്തിൽ വലിയ അറിവായിരുന്നു. എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് അറിവ്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്നുള്ളതിനോട് ഇങ്ങനെ വീണ്ടും 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 പറയുന്നതായിട്ട് എനിക്ക് തോന്നുക. എൻ്റെ അടുക്കൽ വരിക, എൻ്റെ അടുക്കൽ വരിക, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നിന്നെ ആശ്വാസമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ? തുടർന്ന് വായന തുടർന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുക, അത് ലോകം തരുന്നത് പോലെയല്ല. ആ സമയത്ത് എൻ്റെ ചിന്തയിലേക്ക് വന്ന ഒരു വിഷയം, നിങ്ങൾ സാധാരണ ഒരു മുസ്ലിം ആയിരിക്കുന്ന വ്യക്തി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും.
5 പ്രാവശ്യം ഓരോ മുസ്ലിമും നിസ്കരിക്കുമ്പോഴേ പ്രാർത്ഥിക്കുന്നതാണ് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യു യാ അയ്യുഹല്ലദീന ആമനു. അള്ളാഹുവും മലായികത്തീങ്ങളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങളും ശാന്തിയും സമാധാനം ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, ഏകദേശം 1600ഓളം വർഷം കഴിഞ്ഞു. ഇന്നും ഓരോ വ്യക്തിയും മുഹമ്മദിനെ ശാന്തിയും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ. എന്നിട്ടും 1600 വർഷമായിട്ടും മുഹമ്മദ് നബിക്ക് ഇതുവരെ സമാധാനം കിട്ടിയില്ലേ? മരിച്ചു കിടക്കുന്ന മുഹമ്മദ് നബിക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് നബിക്ക് വേണ്ടി കോടാനുകോടി ജനങ്ങളും അള്ളാഹുവും മലായികത്തീങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എന്നെ വാസ്തവത്തിൽ ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങി. യേശു കർത്താവ് പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു, എന്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഇങ്ങനൊരു വാക്ക് വാസ്തവത്തില് ഖുർആൻ വായിച്ചിട്ട് എനിക്ക് ലഭിച്ചില്ല ഇതുവരെ. ആശ്വാസം ലഭിക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവാചകൻ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നിങ്ങനെ വാസ്തവത്തിൽ ഞാനെങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണം? തുടർന്ന് ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചപ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങളും ഖുർആനെല്ലാം ഏകദേശമൊക്കെ വായിച്ച് പഠിച്ചിരുന്ന ഞാൻ ഇവര് പറഞ്ഞതായ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ ഇസ്ലാമിക ചരിത്രപ്രകാരം എന്നെ പഠിപ്പിച്ചിരുന്നതായ ബൈബിളിൽ തിരുത്തപ്പെട്ടതാണ്, യേശു മരിച്ചിട്ടില്ല, യേശു ഒരു പ്രവാചകൻ മാത്രമാണ് എന്നൊക്കെയുള്ള ചിന്തയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുകയാണ്. അങ്ങനെ രണ്ടും കൂടെ താരതമ്യം ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ ആരംഭിച്ചു. ഇത് ഏതാണ് ശരി? ഖുർആനാണോ ശരി? വാസ്തവത്തില് ഖുർആന് സംഘടിപ്പിച്ചു, അതിന്റെ മലയാള പരിഭാഷകളെല്ലാം സംഘടിപ്പിച്ചു, ഹദീസുകൾ സംഘടിപ്പിച്ചു, ബൈബിള് അങ്ങനെ രണ്ടും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് വായിക്കാനായിട്ട് തുടങ്ങി ആദ്യം. പക്ഷെ ആദ്യം മുതൽ തന്നെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടുക്കും ചിട്ടയോടുകൂടെ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉൽപ്പത്തി തന്നെ നമ്മൾ ആരംഭിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീട് എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്ന് ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയതായിട്ട് കണ്ടു. പക്ഷെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു ആദിയില്ല, അവസാനമില്ല. ആദ്യമായിട്ട് ഇറക്കപ്പെട്ടത് ഇറാ ഗുഹയിൽ വെച്ച മുഹമ്മദിനെ ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം കിടക്കുന്നത് 96-ാം അധ്യായത്തിലാണ്. ഒരു അടുക്കും ചിട്ടയും വാസ്തവത്തിന് അതിനകത്ത് എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഒന്നോ രണ്ടോ വാക്ക് ആരെ കുറിച്ച് പറയും, അത് കഴിഞ്ഞ് നേരെ അപ്പുറത്തേക്ക് ചാടും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഖുർആനായിട്ട് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു പ്രാവശ്യം ഇത് താരതമ്യപ്പെടുത്തി പഠിച്ചപ്പോഴേ ബൈബിൾ ഒരു ഭാഗത്ത് വായിച്ചു, ഖുർആനും വായിച്ചു, സിസ്റ്റമായി വായിച്ചപ്പോൾ എന്തൊക്കെയോ ഖുർആനിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള വാസ്തവത്തിൽ എനിക്ക് മനസ്സിലായി. അങ്ങനെ രണ്ടും കൂടെ ഇവർ പറഞ്ഞ സത്യമാണോ, ബൈബിൾ തിരുത്തപ്പെട്ടതാണോ എന്ന് പഠിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ആരാണ് തിരുത്തിയത്?
എപ്പോഴാണ് തിരുത്തിയത്? എന്തിനാണ് ബൈബിൾ തിരുത്തിയത്? മുഹമ്മദിന് മുമ്പാണോ മുഹമ്മദിന് ശേഷമാണോ? ബൈബിൾ തിരുത്തേണ്ടതായ ആവശ്യം എന്തായിരുന്നു? തിരുത്താത്ത ബൈബിൾ വാസ്തവത്തില് മുസ്ലിങ്ങളെ കൈക്കലുണ്ടോ എന്നീ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോഴ് വാസ്തവത്തിൽ തിരുത്തിയതും പൊളിച്ചെഴുതിയതും ബൈബിൾ അല്ലായിരുന്നു, ഖുർആൻ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം മുഹമ്മദിന്റെ മരണം വരെ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ലായിരുന്നു. മുഹമ്മദിന്റെ മരണശേഷമാണ് ക്രോഡീകരിച്ചത്. അത് ഹഫ്സയുടെ കയ്യിലായിരുന്നു. പിന്നീട് അബൂബക്കറിന്റെയും ഉമറിന്റെയും മരണശേഷം ഉസ്മാൻ ഖലീഫയായതിനു ശേഷം ഖുർആനിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായി, ബോധ്യമായി. അങ്ങനെ ഖുർആൻ പൊളിച്ചെഴുതുകയാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന ഖുർആനൊക്കെയും ഉസ്മാൻ എന്ത് ചെയ്തു? ചുട്ടു ചാമ്പലാക്കി എന്നാണ് ഇസ്ലാമിക ചരിത്ര രേഖകളിൽ തന്നെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഖുർആൻ ഒറിജിനായിട്ട് നിലവിലില്ല. അതെല്ലാം തന്നെ എന്ത് ചെയ്തു? മാറ്റിത്തിരുത്തൽ വരുത്തി. പഴയ ഖുർആനെല്ലാം കത്തിച്ചു കളഞ്ഞു. ഉസ്മാൻ ഒരു പുതിയ ഖുർആൻ ഉണ്ടാക്കി. ആ ഖുർആന് നിലനിർത്താനാണ് വാസ്തവത്തിൽ ബൈബിൾ തിരുത്തിയതാണ് യഹൂദന്മാരും ക്രൈസ്തവരും ചേർന്ന് എന്ന് പറഞ്ഞ് ഖുർആനെ നിലനിർത്തുവാൻ ബൈബിൾ തിരുത്തിയാണെന്നാണെന്ന കള്ളക്കഥകള് മെനഞ്ഞുണ്ടാക്കി. അത് എന്നും മുസ്ലിം മത പഠനശാലകളിൽ, മദ്രസകളിൽ അത് പഠിപ്പിച്ചു വരികയാണ്. രണ്ടാമത്, യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് മനസ്സിലായി. കുരിശുമരണം യേശു കർത്താവിന്റെ കാലത്ത് നടന്ന, അല്ലെങ്കിൽ എഴുതിയുണ്ടാക്കിയതല്ല. മുൻ പ്രവാചകന്മാര് ഓരോരുത്തരും കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുൻ പ്രവാചകന്മാര് 1000, 500, 700, 300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പ്രസ്താവിച്ചിരുന്നു എന്നുള്ള ബോധ്യം വാസ്തവത്തില് എനിക്ക് ലഭിക്കാനിടയായത്. പിന്നീടുള്ള പഠനത്തില്, പിന്നീട് അതിന് ശേഷം നടന്ന പഠനത്തിലാണ് യേശു ഒന്നല്ല, അള്ളാഹുവും യഹോവയായ ദൈവവും രണ്ട് പ്രത്യേക വ്യക്തികളാണ്. ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്ന അള്ളാഹുവും ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന യഹോവയായ ദൈവവും രണ്ട് കഥാപാത്രങ്ങളാണ് എന്നുള്ള ബോധ്യമൊക്കെ പിന്നീട് ഉള്ള പഠനങ്ങളിലൊക്കെ എനിക്ക് ലഭിച്ചു. ഞാനിത് മനസ്സിലായപ്പോഴ് ഞാൻ കർത്താവിനോട് ചോദിച്ചു, ബൈബിള് വാസ്തവത്തില് കർത്താവായ യേശു ക്രിസ്തു വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, മരിച്ചവരെ ഉയർത്തിയിട്ടുണ്ട്, പാപം മോചിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വസ്ഥതയില്ലാതെ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം സന്തോഷമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. 38 വർഷക്കാലം കുളക്കടയിൽ കിടന്ന ഒരു മനുഷ്യൻ, കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷക്കാലം മാത്രമേ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നാൽ കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ 38 വർഷക്കാലം ഈ മനുഷ്യൻ കുളക്കടയിൽ കിടന്ന് രോഗിയാണ്. ഈ മനുഷ്യനോട് കർത്താവ് നീ ചോദിച്ചു, നീ മനസ്സുണ്ടോ സൗഖ്യമാകാനായിട്ട്? കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക, നിന്റെ പാവം മോചിച്ചു തന്നിരിക്കുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഇന്ന് വരെ സ്വസ്ഥത എന്താണെന്നോ, സമാധാനം എന്താണെന്നോ, പ്രത്യാശ എന്താണെന്നോ എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ബൈബിളിൽ പറഞ്ഞ് സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം ഉണ്ടാകണം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരാനായിട്ട് എനിക്ക് തുടങ്ങി. ബൈബിൾ യഥാർത്ഥമായ സത്യമാണെന്നും
കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്നവനാണെന്നുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വളരാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. കർത്താവിൽ കൂടിയാണ് രക്ഷ. കർത്താവ് എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ആ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. തുടർന്നുള്ള ഭാഗം അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ.